ഉഷാരടി നിൽക്കുമ്പോൾ നമ്മുടെ ഒരു സാറ് പറഞ്ഞു കോമാളികൾ എന്നൊക്കെ പറഞ്ഞില്ലേ, കോമാളികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരിക്കുമല്ലോ ഞാനെന്തായാലും അവൻ്റെ കൂട്ടത്തിൽപ്പെട്ടാണല്ലോ. നമ്മളൊന്നും ഇവർ വിചാരിക്കണ പോലെ വെറും കോമാളികൾ മാത്രമല്ല. നിങ്ങൾ മേളിൽ കയറി വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു പുസ്തക ശേഖരം കാണാം. ഏതാ ഏറ്റവും കൂടുതൽ വായിക്കുന്നത്? എമ്മൂന്തനാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട. മൂന്നൻ. അത്യാവശ്യം വായനാശീലമുള്ള ആൾക്കാരാണ് നിങ്ങൾ രണ്ടുപേരും. അത്യാവശ്യം ദീർഘവീക്ഷണമുള്ള ആൾക്കാരാണ്, രാഷ്ട്രീയം സംസാരിക്കാറുള്ള ആൾക്കാരാണ്. പിന്നെ ഞങ്ങളുടെ ഉപജീവനമാണ് കോമഡിയും സ്റ്റേജും എന്നൊക്കെ പറയുന്നത്. ഒരുപാട് പുസ്തകങ്ങൾ അവരൊരു വായനശാലയ്ക്ക് കൊടുത്തു. ഇനി അടുത്ത പുസ്തകോത്സവം വരുമ്പോൾ അടുത്ത ഇത് വെക്കാൻ വേണ്ടിയിട്ട് പുസ്തകം വെക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ പണിത സംഭവങ്ങളാണത്. ഇപ്പോൾ അതോട് പണി ഏകദേശം പൂർത്തിയായി വരുന്നേ ഉള്ളൂ. ബാക്കി പുസ്തകങ്ങളൊക്കെ മേലില്ല. അല്ലാണ്ട് ഇവിടെയൊക്കെ പുസ്തകങ്ങൾ വെക്കാനായിട്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നും ഒരു മൊമെൻ്റെയും വെക്കാനായിട്ടല്ല, ഒന്നുമില്ല. ഇതൊക്കെ പുസ്തകങ്ങൾ നിറക്കാനായിട്ടുള്ള അതിൻ്റെ പുസ്തകങ്ങളൊക്കെ ശേഖരിക്കാൻ ഉള്ള പരിപാടിയുണ്ട്. ഇതെപ്പോഴാണ് വായനയൊക്കെ? വായന എന്നുമുണ്ട്. രാവിലെ തുടങ്ങി വായനയിലാണ് തുടങ്ങുന്നത്. അതിപ്പോൾ പത്രം വരാൻ വൈകിയാലാണ് എനിക്ക് പ്രശ്നമാണ്. നമ്മുടെ വലിയ എഴുത്തുകാർ, നമ്മളെ വിട്ടുപിരിഞ്ഞ എഴുത്തുകാരൻ്റെ പുസ്തകങ്ങളെടുക്കാം. ജലങ്ങളും കവാടവും. കോമാളികൾ എന്ന് പറയുന്നത് അവരുടെ കുഴപ്പമാണ്. നമ്മൾ ഇത്രയും പുസ്തകങ്ങൾ വായിക്കുക. ഇപ്പോൾ താഴെ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറേ പുസ്തകങ്ങൾ വേറെ ഉണ്ട്. കുറേ പുസ്തകങ്ങൾ ഞാൻ എന്താ പറയണത്, നമ്മൾ ഒരാൾ ചോദിക്കുവാണ് ഒരു വായനശാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പുസ്തകങ്ങളുണ്ട്. അത് സ്ക്രിപ്റ്റുകളാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ആരെയും, എന്നെ എന്നല്ല ആരെയും.